ചീഫ് ജസ്റ്റിസ് ഗവായിയുടെ നേരെ ഷൂ എറിയാൻ നടത്തിയ ശ്രമം ഒരു 72 വയസ്സുള്ള രാജേഷ് കിഷോർ, ഇത് ബേസിക്കലി അടികിട്ടിയേക്കുന്ന BJPക്ക്. കാരണം BJP നേതാക്കളുടെ MP-മാരും ഇതിൽ ഭയങ്കര രീതിയിലുള്ള അപ്രിഹെൻഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പേരിലാണ് പ്രധാനമന്ത്രി ഇത്ര കഠിനമായ രീതിയിലുള്ള ട്വീറ്റ് ചെയ്തത്. കാരണം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, കാരണം അതോടുകൂടിയാണ് BJP ഇത്ര സീറ്റോടുകൂടി അധികാരത്തിൽ വരുന്നത്. കാരണം അവരുടെയും കൂടെ വലിയ സപ്പോർട്ടുണ്ട്. ഇതിൻ്റെ അപ്പർ കാസ്റ്റ് എന്ന് പറയുന്നത് എത്ര ശതമാനമാണ് ഇന്ത്യയിൽ? അവർ ഓൾറെഡി BJP ആണ് പല കാരണങ്ങൾ കൊണ്ടും. പക്ഷേ ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ് OBC അവരുടെ ഒരു സപ്പോർട്ട് ബേസ് ഉണ്ട് BJPക്ക്. അതിനകത്ത് ചീഫ് ജസ്റ്റിസ് ഗവായിയെ, അദ്ദേഹം ദളിതാണ്, അദ്ദേഹത്തിനെതിരെ ഷൂ എറിഞ്ഞ ഒരു അപ്പർ കാസ്റ്റ്, അതായത് ബ്രാഹ്മണിക്കൽ സംഭവം, ഇത് ബാക്ക്ലാഷ് ഉണ്ടായി. ഇത്രയും പ്രതീക്ഷിച്ചില്ല BJP ഇത്രമാത്രം ഇത് സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ ഒരു ഇഷ്യൂ, അതായത് ബാക്ക്വേർഡ് ക്ലാസ് OBCയും ഇതൊരു ഇഷ്യൂ ആക്കി മാറ്റുന്നത്. കാരണം അവരുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും ഒരാളിങ്ങനെ സീനിയർ പോസ്റ്റ് വന്നു. ഇദ്ദേഹത്തിൻ്റെ ജസ്റ്റിസ് ഗവായി, ഭൂഷൺ ഗവായി, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബുദ്ധിസ്റ്റ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു സംഭവം ഇൻട്രസ്റ്റിംഗ്, ഇദ്ദേഹം ചാർജ് എടുത്ത ശേഷം ആദ്യം ജയ് ഭീം എന്നും പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ സിറ്റിംഗ് തുടങ്ങിയത്, അതായത് ചീഫ് ജസ്റ്റിസ് ആയിട്ട്. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ പല ചരിത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇദ്ദേഹമാണ് ചീഫ് ജസ്റ്റിസ് ആയ ശേഷം ആദ്യം പറയുന്നത് റിട്ടയർ ചെയ്ത ശേഷം ഒരു പോസ്റ്റും അദ്ദേഹം എടുക്കത്തില്ല. അതായത് പോസ്റ്റ് റിട്ടയർമെന്റ് പോസ്റ്റ് എടുക്കത്തില്ല. അതേപോലെ കൊളീജിയം അത് ശരിയാക്കിയെടുക്കും, പിന്നീട് വരുന്നവർക്ക് അത് ഫോളോ ചെയ്യേണ്ടി വരും. ഇത് ബേസിക്കലി ഈ പറയുന്ന അപ്പർ കാസ്റ്റുള്ള പ്രത്യേകിച്ച് ബ്രാഹ്മിൻസ് അവർക്ക് അടിയാൻ കിട്ടി. അതിൻ്റെ പേരിലാണ് ഈ പറയുന്ന ഖജറാവിലെ വിഷ്ണു ടെമ്പിളിൻ്റെ ഇഷ്യൂ ഏറ്റെടുത്തുകൊണ്ട് വന്നിട്ട് ഈ പൊട്ടിത്തെറി സുപ്രീം കോടതിയിൽ ഈ പറയുന്ന രാജേഷ് കിഷോർ എന്ന് പറയുന്നയാൾ ഷൂ എറിഞ്ഞതിൻ്റെ കാര്യം. അല്ല വേറെ ഇഷ്യൂ ഒന്നും അല്ല, ഇത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം. സുപ്രീം കോടതിയിൽ ഈ അപ്പർ കാസ്റ്റിൻ്റെ ഒരു ഭയങ്കര ലോബിങ്, കേസുകളാണെങ്കിലും ജഡ്ജിമാരും ഇന്ത്യയിൽ പലയിടത്തുമുണ്ട്. കാരണം അവർ ഇത്ര വളരെ കുറച്ച് പെർസെൻറ്റേജേ ഉള്ളൂ. ഇപ്പൊ സോഷ്യൽ മീഡിയ നിങ്ങൾ എടുത്ത് നോക്കുക, ഇദ്ദേഹത്തെ ജസ്റ്റിസ് ഗവായി അദ്ദേഹത്തെ കുടുംബത്തെയും ദേഴ്സിനെയും ഈ സനാതനിക്കാരി എല്ലാം ഈ ശർമ്മയും വർമ്മയും ഈ അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൻസാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. കാരണം അവർക്കിത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതതിൻ്റെ കാര്യം. ഇതാണ് അതിൻ്റെ ശരിക്കുമുള്ള ഉത്തരവെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് മഹാരാഷ്ട്ര, കാരണം മറാഠിയാണിത്. മഹാരാഷ്ട്രയിൽ വലിയ ഇഷ്യൂ ആണ് ഉണ്ടായേക്കുന്നത് BJPക്കകത്തും ജനങ്ങൾ, പ്രത്യേകിച്ച് ദളിത് കമ്മ്യൂണിറ്റിക്കും അതേപോലെ OBCക്കകത്തും. കാരണം ഒരു ജെന്റിൽമാനായ ഒരു ജഡ്ജിയാണ്, ഒരു റണ്ണിങ് കമന്റിൽ പറഞ്ഞു. അദ്ദേഹം പിന്നീട് അതിനെപ്പറ്റി വിവരിക്കുകയും ചെയ്തു എന്താ കാര്യം. പക്ഷേ ഈ പറയുന്ന രാജേഷ് കിഷോർ എന്ന് പറയുന്ന ആൾ പറയുന്നത് എത്ര, ഈ പ്രായമുള്ള 72 വയസ്സുള്ള മനുഷ്യൻ പറയുന്നത് എന്തോ ദൈവത്തിൽ നിന്ന് ഡിവൈനായിട്ട് പറഞ്ഞു അയാളെ ഷൂ എറിയാൻ. കാരണം ഇതാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഈ പല വീഡിയോയിലും പല പ്രാവശ്യം പറയുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇവിടുത്തെ അപ്പർ കാസ്റ്റിന്റെ ഉള്ളിൽ ഈ ജാതീയത എന്ന് പറയുന്നത് ഭയങ്കരമാണ്. നിങ്ങൾ എത്രയോ സംഭവം ഉണ്ടായിട്ടുണ്ട് പല യൂണിവേഴ്സിറ്റിയിലും PhD ഒക്കെ എടുത്തു വരുന്ന ഈ ബാക്ക്വേർഡ് ക്ലാസ്സും അവരെയൊക്കെ ചെയറിലിരിക്കാൻ സമ്മതിക്കത്തില്ല. ആന്ധ്രയിലുണ്ടായില്ലേ സംഭവം, മറ്റു പലയിടത്തും ഉണ്ടായില്ലേ, ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടായില്ലേ. സ്കൂളുകളിൽ ഇവർക്കൊക്കെ ഇരിക്കാൻ വേറെ ടേബിളാ. അതാണ് ഇത് മാറ്റാൻ വലിയ പാടായത്. അവരാണ് ഇവിടെ ഹിന്ദു ഏകീകരണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഈ ബാക്ക്വേർഡ് ക്ലാസ്, അതായത് ഈ ദളിത്, അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ജോലി ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന സനാതനി എന്ന് പറയുന്നത് പക്ക ഉടായിപ്പിന്റെ നമ്പർ 1 സാധനമാണ്. ഞാൻ സംശയമുള്ളവർ നിങ്ങൾ മനുസ്മൃതി എടുത്ത് വായിച്ചു നോക്ക്, അപ്പോഴേ പിടി കിട്ടത്തുള്ളൂ എന്തുവാണ് ഈ സാധനം.
അതായത് അവർക്ക് അപ്പർ കാസ്റ്റ്, ബ്രാഹ്മണൻ, അപ്പർ കാസ്റ്റ്, അവരേ ഉള്ളൂ സത്യം, അവർക്കേ ഉള്ളൂ ബോധം, അവരാണ് ദൈവത്തിന്റെ അടുത്ത ആള്, ബാക്കിയൊന്നും മനുഷ്യരല്ല. മൃഗത്തെക്കാളും കഷ്ടമായിട്ടാണ് കാണുന്നത്. ഇതാണ് ഇന്ത്യ എന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപമാണ് ഈ കാസ്റ്റിസം, ശാപം. അപ്പം ഞാൻ അതിനെപ്പറ്റി പറയുമ്പോൾ ചില ആൾക്കാർക്ക് പൊള്ളുന്നതിൻ്റെ കാര്യമുണ്ട്. കാരണം ഞാൻ യഥാർത്ഥ സത്യമാണ് പറയുന്നത്. ആഹാരം എന്ത് കഴിക്കണം അവർ തീരുമാനിക്കും. അത് ആഹാരം ഉണ്ടാക്കുന്നു, പാടത്ത് നിന്ന് ജോലി ചെയ്യുന്നവർ ബാക്ക്വേർഡ് ക്ലാസ്. അവരെന്ത് ആഹാരം കഴിക്കണം എന്ന് ഇവരാ തീരുമാനിക്കുന്നത്. അവനെവിടെ എഡ്യൂക്കേഷന് പോകണം, അവൻ ഇംഗ്ലീഷ് പഠിച്ചുകൂടാ, അവൻ നന്നായി വസ്ത്രമിട്ട് നടന്നുകൂടാ, അവൻ നല്ല ഏതെങ്കിലും ജോലി ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാനിപ്പോൾ ഡൽഹി വന്നിട്ട് ഇത്രയും വർഷമായി, എനിക്കറിയാവുന്ന പല ഓഫീസുകളൊക്കെയാണ്. അതിൻ്റെ അകത്ത് ഈ റിസർവേഷൻ കൊണ്ട് ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിന് OBC ഒക്കെ കയറി വന്നു പല ഓഫീസുകളിലുമായി. ഇവരെ പോയി സാറെന്ന് വിളിക്കാൻ പേടിയെന്നല്ല, അവൻ ഇഷ്ടമല്ല. കാരണം അവൻ ബാക്ക്വേർഡ് ക്ലാസ്. ഇവർ ആദ്യം നോക്കുന്നതിൻ്റെ പേരാ നോക്കുന്നത്. ഈ പേര് വായിക്കുമ്പോൾ തന്നെ അവർക്ക് പിടികിട്ടുക ഇത് കാസ്റ്റാണ്. അങ്ങനെ പോകുന്നു. സോഷ്യൽ മീഡിയയിൽ ഈ ഖജറാവുമായിട്ട് വിഷ്ണു ടെമ്പിളുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഇയാളെ ജസ്റ്റിസ് ഗവായി അറ്റാക്ക് ചെയ്താരാ? ഈ പറയുന്ന അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൻസ്. അവർക്കറിയാം അവരുടെ പോപ്പുലേഷൻ ഷ്രിങ്കേജ് ചെയ്യുകയാണ്. ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റിയും അതായത് OBC അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്നു, അവർക്ക് ജോലി കിട്ടുന്നു, പലയിടത്തും അവരുടെ ഒരു ഡോമിനേഷൻ കയറി വരികയാണ്. അത് ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് റിസർവേഷൻ വേണ്ട എന്ന് പറയുന്നത്. കാരണം ഇവർ ഈ പറയുന്ന ഇവർക്ക് ലാൻഡും ജമീൻദാർമാരാണല്ലോ അധികം ഈ പറയുന്ന അപ്പർ കാസ്റ്റ് എന്ന് പറയുന്നത്. ലോവർ കാസ്റ്റിൻ്റെ അവിടെ ഈ സ്ഥലമുള്ളത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ ലോവർ കാസ്റ്റ് ഉള്ളവർ, ഈ ബാക്ക്വേർഡ് ക്ലാസ്സിലുള്ളവർ ഇവനോട് തർക്കിക്കാൻ തുടങ്ങി പലയിടത്തും. ഇവനെ പല ജാതി പേരും അതൊക്കെ വിളിച്ച കളിയാക്കി, നാശക്കോടാലിയാക്കി കള്ളക്കേസിൽ കുടുക്കിക്കൊണ്ടിരുന്നൊരു സമയം അതിനെ ഇവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഉറപ്പായിട്ടും അതിന് ക്രിസ്ത്യൻ മിഷണറീസിന്റെ പങ്ക് തന്നെയാണ് പ്രാധാന്യം. ഇവന് മനസ്സിലാക്കി കൊടുത്തു നീ മനുഷ്യനാണ്. അവന് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്തു, അവന് എഡ്യൂക്കേഷൻ കൊടുത്തു, അവൻ്റെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ. അതേപോലെ തന്നെ നിങ്ങൾ മറ്റൊരു സംഭവം മനസ്സിലാക്കണം. ഇന്ത്യയിലെ ബാക്ക്വേർഡ് ക്ലാസിൻ്റെ ഈ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് നേരത്തെ ഏകദേശം 40-45 വയസ്സ് കഴിയുമ്പോഴേ. കാരണം ഇവർക്ക് പ്രോട്ടീൻ ഒന്നും കിടക്കുക, ആഹാരമൊന്നും വലുതായിട്ടൊന്നും ഇല്ലല്ലോ. എങ്ങനെ ജീവിക്കാൻ ആഹാരം വേണം, പ്രോട്ടീൻ വേണം, ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ചെറുപ്പം മുതൽ കിട്ടിയാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് വളരാനൊക്കെ പറ്റൂ. ഇവരുടെ ഡെത്ത് റേറ്റ് കുറഞ്ഞു. അതേപോലെ തന്നെ ഇവർ ഏകദേശം 60-65 ഒരു രീതിയിലോട്ട് മാറി. ഇവരുടെ പോപ്പുലേഷൻ കൂടി. ഇവർ നിർണായക ശക്തിയായി വരുന്നത് തന്നെയാണ് കാരണം. സനാതനികൾക്ക് പേടി ഇത് തന്നെയാണ്. ഇവർ നിർണായക ശക്തിയായിട്ട് പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് വന്നു കഴിയുമ്പോൾ ഇവനെയൊക്കെ പിടിച്ചിറക്കുമെന്നറിയാം. അതുകൊണ്ടാണ് ഈ സനാതന ധർമ്മം ഉയർത്തി പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ജസ്റ്റിസ് ഗവായിയുടെ മുഖത്തോട്ട് ഷൂ എറിയാൻ ശ്രമിച്ചത്. ഇത് അതിൻ്റെയൊക്കെ പകയാണിത്. അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഇൻസിഡൻ്റ് ഒന്നും അല്ല. ദളിതര് വരരുത്, ബാക്ക്വേർഡ് ക്ലാസ് വരരുത്, OBCയും വരരുത്, റിസർവേഷൻ ഇല്ലാതാക്കണം. അടൽ കമ്മീഷനെ പറ്റി നിങ്ങൾക്കറിയാം എന്തുവാണ് സംഭവം, എന്ത് പ്രക്ഷോഭമാണ് ഇന്ത്യയിലുണ്ടായത്. പക്ഷെ ഒരു കാര്യം എനിക്ക് കൃത്യമായിട്ട് പിടികിട്ടി. വരാൻ പോകുന്ന 8-10 അല്ലെ 10-15 വർഷം കഴിയുമ്പോൾ ഈ സനാതനികൾക്ക് ഇന്ത്യയിലെ ദളിത്സ് തന്നെ പാഠം പഠിപ്പിച്ചു കൊടുക്കും. ഇത്രയും നാൾ ഉപദ്രവിച്ചത്. കാരണം വളരെ കീ പോസ്റ്റുകളിലോട്ടാണ് ഇവർ കയറുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലെ പല കോടതികളിൽ നിന്നും പല ലോയേഴ്സും പല രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഇടാൻ തുടങ്ങി. കാരണം പറയുന്നത് സനാതനികളെ പുറത്തിറങ്ങിയാൽ തട്ടുമെന്ന് അവർ പറയുന്നത്. ആ രീതിയിലുള്ള പോസ്റ്റുകൾ ഇടാൻ തുടങ്ങി. അതിൻ്റെ കാര്യം എന്ത്? കാരണം ഇവരെ ഏറ്റവും മോശം ഷൂ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ മറ്റേ വിദേശ നാട് പോലൊന്നും അല്ല. ഇപ്പോൾ ഒരു വീട്ടിൽ പോവുകയാണെങ്കിൽ തന്നെ ഷൂവും ചപ്പലും ഒക്കെ വീടിൻ്റെ പുറത്തിട്ടിട്ടാണ് അകത്തോട്ട് പോകുന്നത്. ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പിള്ളേരൊന്നും ചെയ്തില്ല. പക്ഷേ ഇതാണ് ബേസിക്. ഷൂ ചപ്പൽ ഏറ്റവും മോശമാണ്.
അതെടുത്ത് ചീഫ് ജസ്റ്റിസിന് എറിയുമ്പോൾ എന്ത് സിമ്പലാണ് കൊടുക്കുന്നത്? അതായത് മറ്റുള്ള ലോവർ കാസ്റ്റ് ആയിട്ടുള്ളവരും പേടിച്ചോണം, ഇതാണ് ആവർത്തിക്കുന്നത്, നിന്റെ നേരെ വരാം, നീ അവിടെ അർഹതപ്പെട്ടവിടത്തല്ല ഇരിക്കുന്നത്, നിന്റെ അല്ല ഇന്ത്യ. ഈ മെസ്സേജാണ് ഇവർ കൊടുക്കാൻ ശ്രമിച്ച അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൺസ് കൊടുക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യയിൽ ഇവർക്ക് വലിയ സ്ഥാനമില്ലാതായിപ്പോയി. ദ്രാവിഡിയൻ പാർട്ടി തമിഴ്നാട്ടിൽ, അതേപോലെ തന്നെ കർണാടകയിൽ ദളിറ്റ്സ് ഏകദേശം 10-25% അവരുടെ അടുത്ത് ഈ പരിപാടി അപ്പർ കാസ്റ്റിന്റെ പരിപാടി ഒന്നും അവിടെ നടക്കത്തൊന്നുമില്ല. കേരളത്തിൽ ഈ ബ്രാഹ്മിൺസ് അപ്പർ കാസ്റ്റിന്റെ പരിപാടി നടക്കത്തില്ല, എന്ത് പറഞ്ഞാലും നടക്കത്തില്ല. കാരണം അവർ ഈഴവ കമ്മ്യൂണിറ്റി ഹിന്ദുവിൻ്റെ അകത്ത് ഏറ്റവും അവരാണ് മെജോറിറ്റി, അവർ തന്നെ തീരുമാനിക്കുന്നത്. വോട്ടിങ്ങിന്റെ പാറ്റേൺ, ആര് ജയിക്കണം തോക്കണം അവർ തന്നെ തീരുമാനിക്കുക. അതിൻ്റെ അത് വെള്ളാപ്പള്ളിക്ക് റോളും ക്രാപ്പും ഒന്നുമില്ല, പക്ഷെ ആ കമ്മ്യൂണിറ്റിക്കകത്ത് റോളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നോർത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഇത്ര വ്യാപകമാകുന്നത്? കാരണം ഇവർക്കറിയാം ഇവർ വളർന്നു വരികയാണ്, ഇവരുടെ ആൾക്കാർ കീ പോസ്റ്റുകളിലോട്ട് വരികയാണ്. അപ്പൊ അതിനൊരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ലോയർ ഒറ്റയ്ക്കൊന്നും ആയിരിക്കത്തില്ല. ഇത് വളരെ ദിവസങ്ങളാണ് പുകയുന്നൊരു ഇഷ്യൂ ആണ്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്ന് ചീഫ് ജസ്റ്റിസ് ഇത് ചെയ്തു കഴിഞ്ഞ ശേഷം, അതായത് സത്യപ്രതിജ്ഞ, അതായത് പ്ലഞ്ച് എടുത്ത ശേഷം ജയ് ഭീം എന്നും പറഞ്ഞ് തുടങ്ങുന്നതും അദ്ദേഹത്തിൻ്റെ അമ്മ പരസ്യമായിട്ട് RSSകാരോട് പറയുന്നത് അവര് ബുദ്ധിസ്റ്റാണ്, അവർ ഹിന്ദുമത വിശ്വാസിയല്ലെന്നും സനാതനധർമ്മത്തെ അവർ എതിർക്കുന്നവരാണെന്നും പറഞ്ഞു. അതിനെ കൗണ്ടർ ചെയ്യാനായിട്ടാണ് പഴയ ഇന്ത്യൻ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് പറഞ്ഞത്, സനാതനധർമ്മമല്ല ഇന്ത്യ ഭരിക്കുന്നത്, ഭീംറാവു അംബേദ്കറിന്റെ സ്വപ്നങ്ങൾ, ഭീം സ്മൃതിയാണ് ഇന്ത്യ ഭരിക്കുന്നത്. കൗണ്ടർ ചെയ്യാൻ വേണ്ടി ചെയ്ത സംഭവം. അതായത് ഇന്ത്യയിലെ ദളിറ്റ്സിന് ശരിക്കും അറിയാം ഈ BJPയുടെ സനാതനധർമ്മവും RSSന്റെ സംഘ് പരിവാറിന്റെ സനാതനധർമ്മം എന്ന് പറയുന്നത് അവരെന്താണ് ഫോക്കസ് ചെയ്യുന്നത്, എന്താണ് അവരുടെ ആവശ്യം. ഇതിനകത്ത് ബാക്ക്വേർഡ് ക്ലാസ്സിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നത് മാത്രമാണ് ഇഷ്യൂ. അതുകൊണ്ട് തന്നെയാണ് UPയിലും പല സ്റ്റേറ്റിലും BJPയുടെ ലീഡേഴ്സ് നയിച്ച അവർ പലയിടത്തും പങ്കെടുത്ത് ദളിത് അട്രോസിറ്റീസ് ആക്ട് പിൻവലിക്കാൻ, അത് ഇഷ്ടംപോലെ പേരെ അറസ്റ്റ്, കാരണം ഇത് ശക്തമായ ആക്റ്റാണ്, അത് പിൻവലിക്കാൻ BJPയുടെ സീനിയർ നേതാക്കൾ ലക്നൌവിൽ പ്രകടനം നടത്തിയില്ലേ. ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെയാണ് ഓരോന്നും പൊളിയുന്നത്. ജസ്റ്റിസ് ഗവായിയുടെ ഇഷ്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ ദളിറ്റ്സിന് കിട്ടിയ ഒരു വലിയൊരു വടിയാണ്. കാരണം അവരെ തകർക്കാൻ വേണ്ടിയാണ് ഇവർ നിൽക്കുന്നത്. ആ തകർച്ചയ്ക്ക് അവർ മറുപടി കൊടുക്കണം. അത് ഏത് രീതിയിലായിരിക്കും, ഭീമാണോ, അംബേദ്കറൈറ്റ്സ് ആണ്, എന്താണെന്നുള്ളതൊക്കെ വരാനുള്ള ദിവസം ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ പോളറൈസേഷനിൽ പല തീരുമാനങ്ങളും ഉണ്ടാകും. ഉറപ്പായിട്ടും അത് ഭയന്നിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി ശക്തമായ ഭാഷയിൽ അപലപനവും എല്ലാം നടത്തിയത്. കാരണം ഭയന്നു, BJPയും ഭയന്നു, നേതാക്കളും ഭയന്നു. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ BJPയുടെ മാത്രമല്ല RSSന്റെ വെടി തീരുമെന്ന് അവർക്കറിയാം. അതാണ് പ്രധാനപ്പെട്ട കാരണം.